നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ദേശീയ താൽപര്യങ്ങൾക്ക് എതിരായ മാധ്യമ ഉള്ളടക്കങ്ങളിൽ കർശന നടപടിയുമായി UAE മീഡിയ കൗൺസിൽ. നിർദ്ദേശങ്ങൾ ലംഘിച്ച 9000-ലധികം മാധ്യമ ഉള്ളടക്കങ്ങൾക്കെതിരെ നടപടിയെടുത്തു. വഖഫ് ഹർജികളിൽ ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി. നിലവിലെ വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരാൻ നിർദ്ദേശം. നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് ഒരാഴ്ചത്തെ സമയം. നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ലെന്ന് കോടതി. കേസ് വീണ്ടും പരിഗണിക്കുന്നത് മെയ് 5-ന്. ഉത്തരവിനെ സ്വാഗതം ചെയ്ത് പ്രതിപക്ഷം. രാഷ്ട്രപതിക്ക് സമയപരിധി നിശ്ചയിക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. ബില്ലുകൾ സംബന്ധിച്ച ഉത്തരവുകളിലൂടെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുന്നു. ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അവകാശം മാത്രമാണ് ജഡ്ജിമാർക്കുള്ളതെന്നും ഉപരാഷ്ട്രപതി. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഫിലിം ചേംബറിനും ഇന്റേണൽ കമ്മിറ്റിക്കും പരാതി നൽകി വിൻസി അലേഷ്യസ്. മോശം പെരുമാറ്റം സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ. ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടൽ മുറിയിൽ നിന്ന് നടൻ ഇറങ്ങിയോടി. CCTV ദൃശ്യങ്ങൾ പുറത്ത്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ കമ്മീഷനിംഗ് മെയ് 2-ന്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ മാധ്യമ ഉള്ളടക്കങ്ങൾക്കെതിരായ കർശന നടപടികൾ തുടരുമെന്ന് UAE മീഡിയ കൗൺസിൽ. നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ച 9000-ലധികം മാധ്യമ ഉള്ളടക്കങ്ങൾ കഴിഞ്ഞ വർഷം തടഞ്ഞുവെന്ന് അബുദാബിയിൽ ചേർന്ന ഫെഡറൽ നാഷണൽ കൗൺസിൽ യോഗത്തിൽ UAE മീഡിയ കൗൺസിൽ വ്യക്തമാക്കി. ദേശീയ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായതും സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നതും അനുചിതവുമായ മാധ്യമ വാർത്തകളിൽ നിന്നും കണ്ടന്റുകളിൽ നിന്നും പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനും പോസിറ്റീവും ഉത്തരവാദിത്വമുള്ളതുമായ മാധ്യമ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനുമുള്ള സംരംഭത്തിന്റെ ഭാഗമായാണ് കർശന പരിശോധന തുടരുന്നതെന്ന് ഫെഡറൽ നാഷണൽ കൗൺസിൽ യോഗത്തിൽ UAE മീഡിയ കൗൺസിൽ അറിയിച്ചു. നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ലംഘിച്ച 9000-ലധികം മീഡിയ കണ്ടന്റുകൾ കഴിഞ്ഞ വർഷം നീക്കം ചെയ്തുവെന്നും UAE മീഡിയ കൗൺസിൽ വ്യക്തമാക്കി. മാധ്യമ മേഖലയിൽ ഉയർന്ന നിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഇത്. ഉള്ളടക്കം സംബന്ധിച്ചുണ്ടാകുന്ന ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിനായി UAE നിവാസികളെ കൂടി ഉൾപ്പെടുത്തി ഒരു ദേശീയ പ്ലാറ്റ്ഫോം ആരംഭിക്കാനുള്ള പദ്ധതിയും UAE മീഡിയ കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിച്ചു. പ്രസിദ്ധീകരണങ്ങൾക്ക് ശരിയായ ലൈസൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കാനുള്ളതുൾപ്പെടെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ 6600-ലധികം പരിശോധനകൾ നടത്തിയെന്നും കൗൺസിൽ വ്യക്തമാക്കി. ടെലിവിഷൻ പരമ്പരകൾ, സിനിമകൾ, നാടകങ്ങൾ എന്നിവയ്ക്കുള്ള 149 സ്ക്രിപ്റ്റുകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകിയെന്നും UAE മീഡിയ കൗൺസിൽ അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ വിദ്യാലയങ്ങളിലെ കഫ്റ്റീരിയകൾ കേന്ദ്രീകരിച്ച് മോഷണം പതിവാക്കിയ 10 കുട്ടികൾ അറസ്റ്റിലായി. ഹവലി കുറ്റാന്വേഷണ വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. സൗത്ത് സൂറ പ്രദേശത്ത് മോഷണം വ്യാപകമായതിനെ തുടർന്ന് ലഭിച്ച പരാതികളിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. രാത്രി സമയങ്ങളിൽ വിദ്യാലയങ്ങളുടെ മതിൽ ചാടിക്കടന്നാണ് ഇവർ ഭക്ഷ്യസാധനങ്ങളും പണവും മോഷണം നടത്തിയിരുന്നത്. ശൈത്യകാലങ്ങളിൽ ഉദ്യോഗസ്ഥർ വീടിനുള്ളിൽ തന്നെ കഴിയാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടാകില്ല എന്ന ധാരണയിലാണ് ഇവർ മോഷണം പതിവാക്കിയത്. കുറ്റവാളികൾ വിദ്യാലയങ്ങളിൽ മതിൽ ചാടി കയറുന്നതിന്റെയും മോഷണം നടത്തി തിരിച്ചു പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. സംഘത്തിലെ 15 വയസ്സുകാരനായ പ്രതിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. 1250 ദിനാർ പ്രതിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. സൗദിയിൽ വിവിധ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യത. റിയാദിൽ ശനി മുതൽ തിങ്കൾ വരെയുള്ള ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. റിയാദിന് പുറമെ മക്ക, അസീർ, ജിസാൻ, നജ്റാൻ, അൽബാഹ, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ മഴയ്ക്കും പൊടിക്കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. സൗദി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പലയിടങ്ങളിലും ഓറഞ്ച്, യെല്ലോ അലേർട്ടുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത തവണ കേസ് പരിഗണിക്കുന്നതുവരെ വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി. വഖഫായ വസ്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുത് എന്നും കോടതി. വഖഫ് ഭേദഗതി നിയമത്തിൽ നിലപാടറിയിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ഒരാഴ്ചത്തെ സമയം അനുവദിച്ചു. വഖഫ് കൗൺസിലും ബോർഡുകളും
അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് തൽക്കാലത്തേക്ക് നടപ്പാക്കില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹർജിക്കാർ ഉന്നയിച്ച അമുസ്ലിങ്ങൾക്ക് നിയമനം, വഖഫ് ബൈ യൂസർ എന്നീ ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യരുതെന്നും വിഷയത്തിൽ വിശദമായ വാദം കേൾക്കണം എന്നുമായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്രം അറിയിച്ചത്. നേരിട്ടോ പരോക്ഷമായോ നിയമം സ്റ്റേ ചെയ്യാൻ പാടില്ല. ജനങ്ങളുടെ ആവശ്യം കേട്ടതിന് ശേഷമാണ് നിയമം രൂപീകരിച്ചതെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചു. സ്റ്റേ ചെയ്താൽ അത് അപൂർവ നടപടിയായിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ജനങ്ങളോട് മറുപടി പറയേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഗ്രാമങ്ങളിലെ ഭൂമിയെല്ലാം വഖഫാക്കി മാറ്റുകയാണ്. ഇത്രയും പരുഷമായ നിലപാട് കോടതി സ്വീകരിക്കരുതെന്നും വിശദമായ മറുപടി നൽകാൻ ഒരാഴ്ചത്തെ സമയം വേണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ വഖഫ് ബോർഡിലേക്കോ സെൻട്രൽ കൗൺസിലിലേക്കോ ഒരു നിയമനവും നടത്തില്ലെന്നും വഖഫ് സ്വത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ലെന്നും സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കി. തുടർന്ന് നിയമം പൂർണ്ണമായി സ്റ്റേ ചെയ്യില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. നിയമത്തിൽ അന്തിമ തീരുമാനമെടുക്കാനല്ല ഇപ്പോൾ വാദം കേൾക്കുന്നത്. നിയമം ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും കോടതി നൽകി. 5 ഹർജികളിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി. മറ്റുള്ളവ അപേക്ഷകളായി പരിഗണിക്കുകയോ തീർപ്പാക്കിയതായി കണക്കാക്കുകയോ ചെയ്യും. വിശദവാദത്തിന് നോഡൽ കൗൺസിലർമാരെ നിയോഗിക്കും. സംസ്ഥാനങ്ങളും വഖഫ് ബോർഡുകളും 7 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം. നിർദ്ദേശങ്ങൾക്കും ഇടക്കാല ഉത്തരവുകൾക്കും മാത്രമായിരിക്കും അടുത്ത ദിവസത്തെ വാദം കേൾക്കലെന്നും സുപ്രീം കോടതി അറിയിച്ചു. നിയമത്തിൽ ചില പോസിറ്റീവ് കാര്യങ്ങളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. മെയ് 5-ന് കേസ് വീണ്ടും പരിഗണിക്കും. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വഖഫ് ഭേദഗതി നിയമത്തിലുള്ള സുപ്രീം കോടതി നടപടി പ്രതീക്ഷ നൽകുന്നത് എന്ന് മുസ്ലിം ലീഗ്. സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയെന്ന് കോൺഗ്രസും CPM-ഉം. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ മേലുള്ള സുപ്രീം കോടതി നടപടി പ്രതീക്ഷ നൽകുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ നീതിബോധം കാണിച്ചുവെന്ന് പറഞ്ഞ അദ്ദേഹം കേന്ദ്ര സർക്കാരിനും തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകേണ്ടി വരുമെന്നും വ്യക്തമാക്കി. കോടതിയും അതിന്റെ ഗൗരവത്തോടെ കണ്ടു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് ആശ്വാസമുള്ളത്. സുപ്രീം കോടതി നടപടി പ്രത്യാശ പകരുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. പരാതി ഉയർത്തുന്നവരെ കേൾക്കാൻ കോടതി തയ്യാറായി. ഒരാഴ്ചയെങ്കിലും നീട്ടിയത് ആശ്വാസമാണെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ജുഡീഷ്യറിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങളിലുള്ള ഇൻ്റർഫിയറൻസ് ആണ്. അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട കോടതിന് ഇതിനകം തന്നെ ഒബ്സർവേഷൻസ് വന്നു കഴിഞ്ഞു. അത്രയും പ്രത്യാശ ഉളവാക്കുന്നു. ഭരണഘടനാ വിരുദ്ധമായ ഒന്നും പാർലമെന്റിൽ പാസാക്കാൻ കഴിയില്ലെന്നും അനുകൂല ഉത്തരവ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും MK മുനീർ MLA-യും പ്രതികരിച്ചു. ഭരണഘടനയെ ലംഘിക്കുന്ന ധാരാളം അനുച്ഛേദങ്ങൾ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് ഈ അമെൻമെൻറ്റിൽ. അതിനൊക്കെ സുപ്രീം കോടതി ഒരർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒബ്സർവേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയെ സ്വാഗതം ചെയ്തു. വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് നൽകിയത് വലിയ സന്ദേശമാണ്. മുനമ്പത്തെ സഭാ നേതൃത്വത്തെ പോലും കേന്ദ്ര സർക്കാർ കബളിപ്പിച്ചുവെന്നും KC വേണുഗോപാൽ. ഈ വിധിയിലൂടെ സുപ്രീം കോടതി രാജ്യത്തിന് വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഭരണഘടന ലംഘനം നടത്തിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമായിട്ടാണ് ഇത് വരിക. അത് കോടതിയിൽ നിലനിൽക്കുകയും തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയെന്നും അന്തിമവിധി അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF കൺവീനറും വ്യക്തമാക്കിയപ്പോൾ BJPക്കേറ്റ മൂന്നാമത്തെ അടിയാണ് വഖഫ് ബില്ലിൽ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇത് ഒരു ആശ്വാസകരമായ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്ക് അനുകൂലമായൊരു ഇടപെടലാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്ക് തുടരെ കിട്ടുന്ന അടിയാണിത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. മുനമ്പം വിഷയം പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ. വിഷയം പരിഹരിക്കാനാണ് മുഖ്യമന്ത്രിക്കും താൽപ്പര്യമെന്നാണ് KV തോമസ് അറിയിച്ചത്. അതേസമയം മുനമ്പം വിഷയം മാത്രം പരിഗണിച്ചാണ് KCBC വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചത് എന്നും നിയമം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു എന്നും അദ്ദേഹം പ്രതികരിച്ചു. മുഖ്യമന്ത്രി അതിനുവേണ്ടി എന്തും ചെയ്യാമെന്ന് ഞങ്ങൾ ഇന്നാൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറയുണ്ടായി. അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും.
പക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ. പിന്നും കൂടി നമ്മുടെ KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിയെ രൂക്ഷമായി വിമർശിച്ച് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. രാഷ്ട്രപതിയോട് കോടതി ഉത്തരവിടുന്ന സാഹചര്യം അനുവദിക്കാനാവില്ല. ആർട്ടിക്കിൾ 142 ജനാധിപത്യത്തിനെതിരെ ജുഡീഷ്യറിക്ക് ലഭിച്ച ആണവ മിസൈലായി മാറിയെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യസഭയിലെ ഇന്റേണുകളെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു ഉപരാഷ്ട്രപതിയുടെ വിമർശനം. രാഷ്ട്രപതിയെ നിയന്ത്രിക്കാനും സമയപരിധി നിശ്ചയിക്കാനും ജുഡീഷ്യറിക്ക് അധികാരമില്ലെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. കോടതികൾ രാഷ്ട്രപതിയെ നയിക്കുന്ന ഒരു സാഹചര്യം ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടന സംരക്ഷിക്കാനും പ്രതിരോധിക്കാനും പ്രതിജ്ഞയെടുത്തയാളാണ് രാഷ്ട്രപതി. മന്ത്രിമാരും ഉപരാഷ്ട്രപതിയും പാർലമെന്റ് അംഗങ്ങളും ജഡ്ജിമാരും ഭരണഘടന അനുസരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്നവരാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജിമാർ രാഷ്ട്രപതിയോട് ഒരു കാര്യം നിർദ്ദേശിക്കുന്നത്? ഭരണഘടനാ അനുച്ഛേദം 145 പ്രകാരം ഭരണഘടന വ്യാഖ്യാനിക്കാനുള്ള അവകാശം മാത്രമാണ് ജഡ്ജിമാർക്കുള്ളതെന്നും ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും അനധികൃത പണം കണ്ടെടുത്ത സംഭവത്തിൽ സുപ്രീംകോടതി നടത്തുന്ന അന്വേഷണത്തെയും ഉപരാഷ്ട്രപതി വിമർശിച്ചു. സുപ്രീംകോടതിക്ക് അന്വേഷണം നടത്താൻ എന്ത് അധികാരമാണുള്ളതെന്ന് അദ്ദേഹം ചോദിച്ചു. Is domain of the executive. Investigation is not the domain of judiciary. Is the committee under Constitution of India? No. Is this committee of 3 judges having any sanction under any law emanating from Parliament? No. And what can the committee do? Committee can at the most make a recommendation. Recommendation to whom? And for what? The kind of mechanism we have for judges. The only action finally that can be taken. ജസ്റ്റിസ് വർമ്മയുടെ വസതിയിൽ തീയണയ്ക്കാൻ അഗ്നിശമന സേന നടത്തിയ ഓപ്പറേഷനിൽ പണം കണ്ടെത്തിയതിനു ശേഷം അദ്ദേഹത്തിനെതിരെ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. രാജ്യത്തെ ആർക്കെതിരെയും കേസ് ഫയൽ ചെയ്യാം. എന്നാൽ ഒരു ജഡ്ജിക്കെതിരെ കേസെടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമാണെന്ന സ്ഥിതിയാണെന്നും ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലെ വിശ്വാസം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടെന്നും ജഗ്ദീപ് ധൻകർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഷൈനെതിരെ വിൻസി അലോഷ്യസ് പരാതി നൽകിയ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അടിയന്തര യോഗം ചേരും. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വച്ച് ലഹരി ഉപയോഗിച്ച് ഷൈൻ മോശം പെരുമാറ്റം നടത്തിയെന്ന് നടി ചേംബറിനെയും ഇന്റേണൽ കമ്മിറ്റിയെയും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഇന്നലെ രാത്രി പോലീസിന്റെ ലഹരി പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് നടി വിൻസി അലോഷ്യസ് ലഹരി ഉപയോഗിക്കുന്നവരോടൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന് വ്യക്തമാക്കിയത്. തുടർന്ന് ഇതിന് വിശദീകരണമായി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചും ലൈംഗിക ചുവയോടെ സംസാരിച്ച നടനെക്കുറിച്ചും വെളിപ്പെടുത്തി. അതായത് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ അതിലെ ആർട്ടിസ്റ്റ്, ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ കൂടി വരാം, ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഫിലിം ചേംബറിനും സൂത്രവാക്യം സിനിമയുടെ ഇന്റേണൽ കമ്മിറ്റിക്കും ഷൈൻ ടോം ചാക്കോയുടെ പേരുകൂടി വെളിപ്പെടുത്തി നടി പരാതി നൽകുകയായിരുന്നു. ലഹരി ഉപയോഗിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കണ്ണുകൾ തടിച്ചുവെന്നും തുടർന്ന് സിനിമയുടെ ചിത്രീകരണം മുടങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടെയാണ് രാത്രിയിൽ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ കൊച്ചി സിറ്റി പോലീസ് ഡാൻസ് ഓഫ് പരിശോധന നടത്തുന്നതിനിടെ ഷൈൻ പുറത്തേക്കിറങ്ങി ഓടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. കലൂരിലുള്ള ഹോട്ടലിൽ നിന്നാണ് പരിശോധനയ്ക്കിടെ ഷൈൻ ഇറങ്ങി ഓടിയത്. പോലീസിന്റെ പരിശോധന ഒഴിവാക്കാൻ 3-ാം നിലയിലെ മുറിയുടെ ജനാല വഴി ഷൈൻ 2-ാം നിലയിലേക്ക് ഷീറ്റിന് മുകളിലേക്ക് ചാടുകയായിരുന്നു. അതേസമയം വിൻസിയുടെ പരാതി പരിശോധിക്കാൻ താരസംഘടനയായ അമ്മ 3-അംഗ സമിതി രൂപവൽക്കരിച്ചു. അൻസിബ, സരയു, വിനു മോഹൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഈ സമിതി ഷൈനിൽ നിന്ന് വിശദീകരണം തേടും. തുടർന്നായിരിക്കും അച്ചടക്ക നടപടിയെടുക്കുക. വിൻസിയിൽ നിന്ന് വിവരം ശേഖരിക്കുവാനും തുടർന്ന് അന്വേഷണം നടത്താനും
എക്സൈസ് വകുപ്പ് നടപടി തുടങ്ങിയിട്ടുണ്ട്. സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. അമൃത ന്യൂസ്, കൊച്ചി. ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് അസാധാരണ പെരുമാറ്റമുണ്ടായെന്ന് സൂത്രവാക്യം സിനിമയിലെ സഹനടൻ സുഭാഷ് പൊണോളി. ഷൂട്ടിംഗ് കഴിഞ്ഞാൽ കാരവാനിലേക്ക് ഓടിക്കയറുക, കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാടിക്കയറുക, കെട്ടിടത്തിൽ നിന്ന് ചാടുക തുടങ്ങി അസാധാരണ പെരുമാറ്റം ഉണ്ടായി എന്നും അദ്ദേഹം പ്രതികരിച്ചു. എന്തായിരുന്നു സംഭവിച്ച സെറ്റിൽ? ഇത് ഞാൻ നവംബർ മാസത്തിലാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയത്. ഷൂട്ട് തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം എത്തിയ അന്ന് മുതൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികൾ ചെയ്യുന്ന അതേപോലെയാണ് ഈ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഓടുക, ചാടുക, ചാടിക്കയറുക, ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ചാടുക. നടിയുടെ വെളിപ്പെടുത്തൽ ഗുരുതരമെന്ന മന്ത്രി എം ബി രാജേഷ് ഗൗരവമായി തന്നെ വിഷയത്തെ കാണുന്നു. വിശദമായ എക്സൈസും പോലീസും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. സിനിമാ സെറ്റുകളിൽ കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും എം ബി രാജേഷ് പ്രതികരിച്ചു. ആ വെളിപ്പെടുത്തലിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് മരുന്ന് ഉപയോഗിക്കുന്നു എന്നത്, രണ്ട് അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് പോലീസ് നടപടി സ്വീകരിക്കേണ്ടതാണ്. പരാതി കിട്ടിയ പോലീസാണല്ലോ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ. നടിയുടെ പരാതി ലഭിച്ചിട്ടില്ലെന്നും ലഭിച്ചാൽ നടപടി സ്വീകരിക്കുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിഷയത്തിൽ എക്സൈസിൽ നിന്നും പോലീസിൽ നിന്നും വിവരങ്ങൾ തേടും. ദിവ്യ എസ് അയ്യർ IAS പരാതി നൽകിയാൽ വനിതാ കമ്മീഷൻ നടപടി സ്വീകരിക്കുമെന്നും പി സതീദേവി കൂട്ടിച്ചേർത്തു. സിനിമാ മേഖലയിൽ അടുത്ത കാലത്തായിട്ട്, പ്രത്യേകിച്ച് മലയാള സിനിമാ രംഗത്ത് അടുത്ത കാലത്തായിട്ട് തങ്ങൾക്ക് നേരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള പ്രതികരണശേഷി നമ്മുടെ സഹോദരിമാർ കാട്ടുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് കാണുകയാണ്. വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ പരാതി ലഭ്യമായിട്ടില്ല ഇതുവരെ ഞാൻ അന്വേഷിച്ചപ്പോൾ. തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ തലത്തിലേക്ക് ഏത് മേഖലയിലും തങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ഈദ് മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ജോസഫ് അതിരുങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നതാണ് ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും വലിയ സന്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യം മതേതരമായി നിലനിൽക്കുക എന്നതാണ് ബഹുസ്വരതയുടെ സൗന്ദര്യം. മതങ്ങൾ സംബോധന ചെയ്യുന്നത് അനന്തതയെ ആണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഷിഹാബ് കൊട്ടുകാട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നസ്രുദ്ദീൻ VJ അധ്യക്ഷത വഹിച്ചു. നൌഫൽ പാലക്കാടൻ, CP മുസ്തഫ, മുഷ്താഖ് മുഹമ്മദ് അലി, ഷംനാദ് കരുനാഗപ്പള്ളി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പരിപാടിയിൽ ഗാനസന്ധ്യയും അരങ്ങേറി. കുവൈറ്റിൽ വീണ്ടും ഫോൺ വിളിച്ചുള്ള സാമ്പത്തിക തട്ടിപ്പ് തുടരുന്നു. മലയാളി നഴ്സുമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് ഇത്തവണ വൻ തുകകൾ നഷ്ടമായത്. ബാങ്കിൽ നിന്ന് വിളിക്കുന്നു എന്ന് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ വിളിച്ചാണ് നഴ്സുമാരുടെ പണം കവർന്നത്. പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് പണം നഷ്ടപ്പെട്ടവർ. നേരത്തെ ഔദ്യോഗിക മന്ത്രാലയങ്ങളിൽ എന്നുള്ള രൂപത്തിൽ ഫോൺ വിളിച്ചും സന്ദേശങ്ങൾ അയച്ചും പണം തട്ടലായിരുന്നു രീതി. ഫോൺ വിളിച്ച തട്ടിപ്പ് സംഘം കാർഡ് അപ്ഡേഷൻ, വാലിഡിറ്റി പുതുക്കൽ എന്നീ കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഇത് വിശ്വസിച്ചവർ വിവരങ്ങൾ കൈമാറിയതോടെ തട്ടിപ്പുകാർ ഫോണിലേക്ക് ലിങ്ക് അയക്കുകയും OTP നമ്പർ നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തസ്രീഹ് മക്ക നഗരത്തിൽ ജോലിക്കോ താമസത്തിനോ ഉള്ള എൻട്രി പെർമിറ്റോ ഇല്ലാതെ മക്കയിൽ എത്തുന്നവർക്ക് താമസ സൗകര്യം നൽകരുത് എന്ന് മക്കയിലെ ഹോട്ടൽ അപ്പാർട്ട്മെന്റ് നടത്തിപ്പുകാർക്ക് ടൂറിസം മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി. ദുല്ല ഇദ 1 മുതൽ ഹജ്ജ് സീസൺ അവസാനിക്കുന്നതുവരെ ഈ സ്ഥിതി തുടരുമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. 500 കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുള്ള അത്യാധുനിക പറക്കും കാർ UAEയിൽ അവതരിപ്പിച്ചു. ഹോളണ്ട് ആസ്ഥാനമായുള്ള മൊബിലിറ്റി സൊല്യൂഷൻ പ്രൊവൈഡറായ പൽവി നിർമ്മിക്കുന്ന പറക്കും കാർ ഷാർജ റിസർച്ച് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പാർക്കിലാണ് അവതരിപ്പിച്ചത്. 2 സീറ്റുകളാണ് ഫ്ലൈ ഡ്രൈവ് മൊബിലിറ്റി കാറിലുള്ളത്. അടിസ്ഥാന മോഡലിന് 2.9 മില്യൺ ദിർഹമാണ് വില. 2 പേർക്ക് യാത്ര ചെയ്യാനും 20 കിലോ ലഗേജ് വഹിക്കാനും ശേഷിയുണ്ട്. കമ്പസ്റ്റൻ എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന പറക്കും കാറിന് ഫുൾ ടാങ്ക് ഇന്ധനത്തിൽ 500 കിലോമീറ്റർ ദൂരം വരെ പറക്കാൻ കഴിയും. നിലവിൽ ആർച്ചർ ഏവിയേഷനും US വിമാന കമ്പനിയായ ജോബിയും ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ UAEയിൽ പറക്കും ടാക്സികൾ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്.
വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ാം തീയതി കമ്മീഷൻ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കും. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് രാജ്യത്തിന് സമർപ്പിക്കുമെന്ന വിവരം പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തുറമുഖ വകുപ്പ് മന്ത്രാലയത്തെ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ഔപചാരിക ഉദ്ഘാടനം മാത്രമാണ് മെയ് 2-ന് നടക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് മദർഷിപ്പുകൾ ഇതിനോടകം തന്നെ തുറമുഖത്ത് വന്നുപോകുകയാണ്. ചരക്ക് നീക്കവും ഡിസംബർ മുതൽ തുടങ്ങിക്കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ തീയതി ലഭിക്കാത്തത് കൊണ്ടാണ് കമ്മീഷൻ ചെയ്യൽ വൈകാനിടയായത്. ചരക്ക് നീക്കം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോൾ റെക്കോർഡ് വേഗത്തിലാണ് തുറമുഖത്തെ മുന്നേറ്റം. 5.5 ലക്ഷം കണ്ടെയ്നർ നീക്കവും ഇതിനോടകം നടന്നു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC തുർക്കി കഴിഞ്ഞ ആഴ്ചയാണ് തുറമുഖത്ത് വന്നത്. തുറമുഖ കമ്മീഷനിങ് വലിയ ആഘോഷത്തോടെ നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. യേശു ക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിന്റെ ഓർമ്മയിൽ പെസഹ വ്യാഴം ആചരിച്ച് വിശ്വാസികൾ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു. വിവിധ സഭാ അധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കുരിശുമരണത്തിന് മുമ്പ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിന്റെയും കാൽ കഴുകിയതിന്റെയും ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴം. ദേവാലയങ്ങളിൽ വിവിധ സഭാധ്യക്ഷന്മാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പട്ടം സെന്റ് മേരീസ് പള്ളിയിൽ സിറോ മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ കാൽകഴുകൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. പാളയം സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെനെറ്റോ മുഖ്യ കാർമ്മികത്വമേകി. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ പെസഹാദിന ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പാല സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന പെസഹാദിന ചടങ്ങുകളിലും ശുശ്രൂഷയിലും രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം വഹിച്ചു. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. വൈദികരും വിശ്വാസികളും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലാണ് പെസഹ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. തിരുവല്ല എരുവേലിപ്ര ക്രിസോസ്റ്റോ മാർത്തോമ പള്ളിയിൽ നടന്ന പെസഹ ശുശ്രൂഷയ്ക്ക് മാർത്തോമ സഭ പരമാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും ഉണ്ടായിരുന്നു. നാളെ ദുഃഖവെള്ളി ദിനത്തിൽ ദേവാലയങ്ങളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. രാവിലെ പീഠാനുഭവ ശുശ്രൂഷകൾക്ക് തുടക്കമാകും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അടിയന്തരമായി പൊഴി മുറിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറി റവന്യൂ ഉദ്യോഗസ്ഥർ. പൊഴിമുഖത്തെ മണൽ പൂർണ്ണമായും നീക്കാൻ നടപടി സ്വീകരിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് സമരസമിതി വ്യക്തമാക്കി. മുതലപ്പൊഴിയിൽ പൊഴി മുറിക്കുന്ന നടപടികളുമായി രാവിലെ 10 മണിയോടെയാണ് വൻ പോലീസ് സന്നാഹത്തോടെ റവന്യൂ ഉദ്യോഗസ്ഥർ എത്തിയത്. പൊഴിമുഖത്തേക്ക് ഇറങ്ങാൻ പോലും സമരസമിതിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ അവരെ സമ്മതിച്ചില്ല. മനുഷ്യച്ചങ്ങലയിൽ ശക്തമായ പ്രതിരോധമാണ് സമരസമിതി തീർത്തത്. ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രതിഷേധക്കാരുമായി സംസാരിച്ചെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും മത്സ്യത്തൊഴിലാളികൾ സമ്മതിച്ചില്ല. നിങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് കായലിൽ നിന്നുള്ള വെള്ളം പോകുന്നതിന് മാത്രമായിട്ട് പൊഴിക്കുന്നു എന്നുള്ളതാണ്. അതല്ല, നിങ്ങൾ എനിക്കൊരു 4 ദിവസം തരാമെങ്കിൽ ഞാൻ ഈ പൊഴി മുറിക്കുന്നത് വലിയ വള്ളങ്ങൾക്ക് പോകുന്ന രീതിയിൽ ആവശ്യത്തിന് താഴ്ച 3 മീറ്റർ താഴ്ചയും ഇട്ട് ഞാൻ ഈ പൊഴി മുറിച്ച് 4 ദിവസം കൊണ്ട് തരാം. വിഴിഞ്ഞത്ത് നിന്നും വലിയ ഡ്രഡ്ജറുകൾ എത്തിച്ച് പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. ഈ പൊഴി മുറിച്ച് തരിക. പൊഴി മുറിക്കണമെങ്കിൽ വലിയ ഡ്രഡ്ജർ കൊണ്ടുവരണം. 2 JCB കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന 4 മീറ്റർ ആഴത്തിൽ JCB മണ്ണെടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ മണിക്കൂറിനകത്ത് അത് മണ്ണ് വീണ്ടും കയറും. അത് സാധാരണയുള്ള ഞങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ നിങ്ങൾ ഈ ഇത്രയും ശാസ്ത്രം പഠിച്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ഉദ്യോഗസ്ഥരല്ല, മന്ത്രിയും കളക്ടറുമാണ് ചർച്ചയ്ക്കെത്തേണ്ടതെന്നും പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരം തുടരുമെന്നുമാണ് സമരസമിതിയുടെ തീരുമാനം. സർക്കാർ സംവിധാനങ്ങൾക്കും സർക്കാർ നടപടികൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധമാണ് മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ തീർക്കുന്നത്. പൊഴി മുറിച്ചു മാറ്റാനുള്ള നടപടികളുമായി വീണ്ടും എത്തിയാൽ ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ജുന അഖാഡയുടെ പ്രഥമ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജിനെ ആദരിച്ച് എറണാകുളം പൗരാവലി. സ്വാമിയുടെ പ്രഭാഷണ പരമ്പരയ്ക്കും കൊച്ചിയിൽ തുടക്കമായി. ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി സന്നിഹിതനായിരുന്നു. ആദിശങ്കരനാൽ സ്ഥാപിതമായ അഖാഡകളിൽ നാഗസന്യാസി പരമ്പരയാണ് ജുന അഖാഡ. ജുന അഖാഡ പ്രഥമ മഹാമണ്ഡലേശ്വറാണ് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ്. 2025 പ്രയാഗ്രാജ് കുംഭമേളയിലാണ് മലയാളി കൂടിയായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് പ്രഥമ മഹാമണ്ഡലേശ്വരായി അഭിഷിക്തനായത്. ഊഷ്മളമായ സ്വീകരണമാണ് സ്വാമിക്ക് എറണാകുളം കരയോഗത്തിന്റെ നേതൃത്വത്തിൽ നൽകിയത്. എളിമയുടെ പ്രതീകമാണ് ആനന്ദവനം സ്വാമിജി എന്ന് സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ഭാരതം ഋഷീശ്വരന്മാരുടെ നാടാണ്. സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു ആത്മീയ തേജസ്സിൽ കൂടി ഈ കേരളത്തിലൂടെ സഞ്ചരിക്കുന്നു. ഉണർവും ആവേശവും സമൃദ്ധിയും ചൈതന്യമൊക്കെ പകരുവാൻ സംഭവിച്ച സ്വാമിജി. എവിടെയൊക്കെ ധർമ്മം ക്ഷയിക്കുന്നുവോ അവിടെയൊക്കെ ആധ്യാത്മിക പ്രതിഭാസങ്ങൾ ഉണർന്നു വരുന്നു. ആനന്ദവനം സ്വാമിയുടെ പ്രഭാഷണ പരമ്പരയ്ക്കും കൊച്ചിയിൽ തുടക്കമായി. സമാജത്തിൽ ആദിദൈവികമായ ഭാവത്തിന് ഒരു ക്ഷതം സംഭവിച്ചിരിക്കുന്ന, ക്ഷീണം സംഭവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മുടെ കുലാചാരങ്ങൾ തൊട്ട്, നമ്മുടെ പരദേവത തൊട്ട് ഒരു നമസ്കാര ഭാവം, എല്ലാ ദിവസവും ഒന്ന് വിളക്ക് കൊളുത്തി ഒരു നാമം ജപിക്കുക, അവർ കൂടുതലൊന്നും ആവശ്യമുള്ളൊരു കാര്യമല്ല. ഇത്രയും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് സമാജത്തെ ശക്തിപ്പെടുത്താൻ എല്ലാവർക്കും കഴിയട്ടെ. പരിപാടിയിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് രുദ്രാക്ഷവും ത്രിവേണി അമൃത തീർത്ഥവും വിതരണം ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സപ്പോർട്ട് സ്റ്റാഫിൽ മാറ്റങ്ങൾ വരുത്തി BCCI. ബാറ്റിംഗ് കോച്ച് അഭിഷേക് നായർ, ഫീൽഡിംഗ് കോച്ച് T. ദിലീപ്, സ്ട്രെങ്തൻ ആൻഡ് കണ്ടീഷനിംഗ് കോച്ച് സോഹം ദേശായി എന്നിവരെ പുറത്താക്കി. അഭിഷേക് നായർ പുറത്തു പോകുമ്പോൾ അസിസ്റ്റന്റ് കോച്ച് റയാൻ ടെൻ ഡോസ്റ്റേറ്റ് താൽക്കാലികമായി ഫീൽഡിംഗ് ചുമതലകൾ നിർവഹിക്കും. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം. Thank you.